അന്യരുടെ വീടുകളിൽ സഞ്ചരിക്കുകയും മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും വേണ്ട. രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ആരുടെയും കുറ്റം പറയാറില്ല. രോഗികളെ ശുശ്രൂഷിക്കുകയും അവരെ പരിചരിക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആത്മവിശ്വാസം വരുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയുമാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. രണ്ടുപേർ ഒരുമിച്ച് കൂടുമ്പോൾ സാധാരണ രീതിയിൽ സംസാരം മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിലേക്ക് വഴുതി വീണു പോകുന്ന ഒരവസ്ഥ അനുഭവപ്പെടാറുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് ദോഷം പറയാതിരിക്കണമെങ്കിൽ നമുക്ക് ആരെയെങ്കിലും കുറിച്ച് നല്ലത് പറയേണ്ടതുണ്ട്. അപ്പം നല്ല കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ നല്ല ബന്ധങ്ങൾ നിലനിൽക്കും. അത് സ്വന്തം കുടുംബത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ കുടുംബത്തെ പറ്റിയാണെങ്കിലും. ഇന്ന് വാട്സപ്പ്, ഫേസ്ബുക്ക് വഴി നമ്മൾ വിടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഒരാളുടെ ഒരു കുറ്റം അടങ്ങുന്ന ഒരു പോസ്റ്റ്, അതിപ്പോൾ രാഷ്ട്രീയപരമായിക്കോട്ടെ, മതപരമായിക്കോട്ടെ, മറ്റേതെങ്കിലും രീതിയിലായിക്കോട്ടെ, അങ്ങനെ ഒരു പോസ്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനവും ഇല്ല. ഒരു 10 ഗ്രൂപ്പിലേക്ക് അതങ്ങ് ഷെയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് യാതൊരു മനസ്സമാധാനവും ഇല്ല. ഇപ്പോൾ സന്യസ്തരെക്കുറിച്ചോ വൈദികരെക്കുറിച്ചോ രാഷ്ട്രീയക്കാരെക്കുറിച്ചോ പൊതുപ്രവർത്തകരെക്കുറിച്ചോ ഉള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന നേരിയ സത്യങ്ങൾ പോലുമുള്ള പോസ്റ്റ്, ഇങ്ങനെ വളരെ ആംപ്ലിഫൈഡ് അവതരിപ്പിക്കപ്പെടുന്ന പോസ്റ്റുകൾ നമ്മൾ വളരെ വേഗം വിടുകയാണ്. കിട്ടിയത് നോക്കുന്നു, ഓടിച്ചു നോക്കിയതേ ഉള്ളൂ, പിടിക്കുന്നു. ഉടനെ പോസ്റ്റുകൾ എങ്ങോട്ട് പോകുന്നു? കമ്മ്യൂണിറ്റികളിലേക്ക് പോകുന്നു, ഗ്രൂപ്പുകളിലേക്ക് പോകുന്നു, പിന്നെ വ്യക്തിപരമായി 256 കുടുംബങ്ങളിലേക്ക് പാഞ്ഞു ചെല്ലുകയാണ്. നമ്മൾ കുറച്ചു കാലം മുമ്പ് വരെ ഇപ്പം മറ്റ് കുടുംബത്തെ പറ്റിയുള്ള കാര്യമാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ സൗഹൃദങ്ങളിലുള്ള കാര്യമാണെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം പറയുമ്പം പറയുന്നയാളും കേൾക്കുന്നയാളും അല്ലെങ്കിൽ കേൾക്കുന്ന കുറച്ച് പേരും മാത്രമേ അതിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ടായിരുന്നുള്ളൂ, അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ ഒരു ഹൈടെക്കേഷനി എന്ന് പറയുന്നത് പലരുടെയും സാങ്കേതിക വിജ്ഞാനത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടൊക്കെ മാറുകയാണ്. ഇപ്പോൾ നവമാധ്യമങ്ങളിലൂടെ ആരെയെങ്കിലും നമുക്ക് തീർത്ത് കൊടുക്കണമെങ്കിൽ ഇന്നൊരു സെക്കൻഡ് മതി. ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അത് ചൂടപ്പം പോലെ പരത്തുക. ആര് തുടങ്ങി എന്നുപോലും അറിയത്തില്ലാത്ത രീതിയിലാണ് ഇന്ന് ഏഷണി പരക്കുന്നത്. ഏഷണിയാണെന്ന് കാണുമ്പോൾ പെട്ടെന്ന് റോബിയച്ചൻ പറഞ്ഞ പോലെ ഗ്രൂപ്പിലേക്ക് എടുത്തിട്ട് അങ്ങ് ഇടുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനീ പറയുന്ന പദപ്രയോഗങ്ങൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് പോസ്റ്റുകളും ലൈവ് ഫേസ്ബുക്കും ഒക്കെ നമുക്ക് ഇന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷ തന്നെയാണ്. ഇരിക്കുന്ന അമ്മച്ചിക്കൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വാട്സപ്പ് പിന്നെ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു ശൈലിയാണ്. അപ്പോൾ ആ ഒരു ടെൻഡൻസിയിൽ നമുക്ക് തകരുന്നത് എന്താണ്, നിലനിൽക്കുന്നത് എന്താണ്? നമ്മുടെ കുടുംബ ബന്ധങ്ങളോ സൽപ്പേരോ നമ്മൾ കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സൽപ്പേര്. സാറിന് എന്ത് തോന്നുന്നു? ഇന്നത്തെ ഈ ഒരു സിസ്റ്റം നമ്മുടെ ഈ പരസ്പരമുള്ള ആദരവ് നിലനിർത്താൻ നമ്മളെ സഹായിക്കുമോ? സാറിന് എന്ത് തോന്നുന്നു? ദൈവം ഒരുപിടി അനുഗ്രഹത്തിന് വേണ്ടി നൽകിയ ഒരു സംഭവമാണ് ഈ മാധ്യമം, അതായത് ഈ മൊബൈൽ ഫോൺ, നവമാധ്യമങ്ങൾ. അതെ. അതിലൂടെ ഇന്ന് നടക്കുന്ന തിന്മ എത്രമാത്രം ആഴത്തിലാണെന്ന് പറഞ്ഞാൽ തീരുകയില്ല. അതുമാത്രം എത്ര പെട്ടെന്നാണ് കേരളത്തിൽ അതായത് ഇന്ത്യയിൽ ഒട്ടാകെ പറഞ്ഞാൽ ഒരുപാട് സ്പീഡിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം നമ്മുടെ സമൂഹത്തിൽ മാനിക്കുന്ന വ്യക്തികളെ എത്രയും തരം താഴ്ത്താവോ? ചെറിയ നിസ്സാര കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതി ഒരാളെപ്പറ്റി, അന്നേരം അത് എടുത്ത് വിശകലനം ചെയ്ത് തലനാരിഴയ്ക്ക് കീറി മുറിച്ച് അത് എത്രമാത്രം ആ മനുഷ്യൻ്റെ തേജോവധം ചെയ്യാവോ ആ മനുഷ്യനെ അത്രമാത്രം വേദനിപ്പിച്ച് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ആരും അതിനെതിരായി ഒന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യമാണ്. എനിക്കൊരു ഫോണുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ആളായിരുന്നു, ഇൻഡസ്ട്രിയൽ ബിസിനസ്. അപ്പം ആ സമയത്ത് ഇതുണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും യാത്ര ചെയ്ത് പോകാൻ സമയമില്ല, സ്ഥാപനത്തിൽ വേണം. അപ്പം ഈ ഒരു ഫോണുണ്ടായിരുന്നെങ്കിൽ, അന്ന് ഫോണില്ല, മൊബൈൽ ഫോണില്ല ഇന്ത്യയിൽ. അന്നുള്ള സാധനം ഈ പോലീസുകാരിരിക്കുന്ന വയർലെസ് ആ ഒരു സിസ്റ്റം പോലൊരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എളുപ്പമുണ്ടായിരുന്നു എന്ന് ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ ചിന്തിക്കുമായിരുന്നു. അപ്പം അത് പോയിട്ട് എല്ലാം ക്ഷണനേരം കൊണ്ട് ദൈവം തന്നു. ആ ചിന്ത ദൈവം അങ്ങ് സാധിച്ചു തന്ന പോലെ എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ അത് വന്നപ്പോഴോ അത് വലിയൊരു മാരക തിന്മയായി മാറിയത്. അപ്പോൾ ഇത് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലൊരു ചൊല്ലുണ്ട്, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അടുപ്പം അവേർഷൻ ഉണ്ടാക്കും,
അവജ്ഞയുണ്ടാക്കും എന്നാണ്. അടുപ്പം എന്ന് പറയുന്നത് ഇപ്പോൾ അമിതമായ അടുപ്പമാണ്. മിതമായ അടുപ്പം അവജ്ഞ സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോൾ വാട്സപ്പ് പോസ്റ്റുകൾ ഇങ്ങനെ വരുന്നൊരു കാലമാണ്. ഒരു ഗ്രൂപ്പിൽ ഇപ്പം പരിചയമുള്ള ആളുകളെ, അല്പം പരിചയം കൂടുതലുള്ള ആളുകളെ എല്ലാവരെയും പിടിച്ച് നമ്മൾ ഓരോ ഗ്രൂപ്പിലിടുന്നു. ഇങ്ങനെ ഗ്രൂപ്പുകളിൽ നമ്മൾ എത്രയോ ഗ്രൂപ്പുകളിലാണ് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ അറിയാം, ഓരോരുത്തരും എത്രയെത്ര വാട്സപ്പ് ഗ്രൂപ്പ്, തനിച്ചുണ്ടാക്കിയ ഗ്രൂപ്പുകളുണ്ടാവും, അല്ലാത്ത ബാക്കി കൂട്ടുകാരുണ്ടാക്കിയ ഗ്രൂപ്പുകളുണ്ടാകും. ഒരേ പോസ്റ്റ് തന്നെ ഒരു 10-25 ഗ്രൂപ്പുകളിലായിട്ട് മൊബൈലുകളിലേക്ക് വന്ന് വീഴുന്നുണ്ട്. ഇത് ദുരുദ്ദേശപരമായ പോസ്റ്റുകൾ അതിനകത്തുണ്ടാവാം. സതുദ്ദേശപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുമുണ്ട്. നല്ല കാര്യങ്ങളും വരുന്നുണ്ട്, മോശം കാര്യങ്ങളും വരുന്നുണ്ട്. കർത്താവ് പറഞ്ഞ പോലെ വിത്തും കളയും ഒരുമിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വിത്തും കളകളും ഒരുമിച്ച് വളരുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിളനിലമായി നമ്മളുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഏതൊരു വ്യക്തിയെക്കുറിച്ചും ഇത്തരത്തിലുള്ള ട്രോളുകൾ, ഇപ്പോൾ ട്രോളുകൾ എന്നാണ് പറയുന്നത് അല്ലേ, ഈ ട്രോളുകൾ സമൃദ്ധമായിട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ്. ട്രോളുകൾ ഉണ്ടാക്കാൻ തന്നെ പലരും ഏജൻസികളെ വയ്ക്കുന്ന കാലവുമാണ്. അങ്ങനെ ട്രോളുകൾ ഏജൻസികളെ വെച്ചുണ്ടാക്കി ഓരോരോ നവമാധ്യമങ്ങളുടെ മുഴുവൻ കുത്തക പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇന്നത്തെ ഒരു മാധ്യമ വിചാരക തന്ത്രമാണ്. നമ്മൾ സാധാരണക്കാർ ഈ തന്ത്രത്തിൽ വീണു പോവുകയാണ്. ട്രോളുകളിൽ വരുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. ഏഷണിയുടെ ഏറ്റവും ഹൈടെക് രൂപമാണ് ട്രോളുകൾ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. അത്തരത്തിലുള്ള ട്രോളുകൾ വരുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിയില്ലെങ്കിൽ ഞാനൊരു അപരിചിതനാണല്ലോ, മാധ്യമ അപരിചിതത്വം എന്ന് പറയുന്നത് എനിക്കുണ്ടാകുമല്ലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു സാധാരണ മനുഷ്യനെന്ന രീതിയിൽ ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് വലിയ പരിചയമൊന്നും മൊബൈലിനെ കുറിച്ചില്ലെങ്കിലും ഈ ട്രോളുകളെ കുറിച്ചില്ലെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് പോലും ഇല്ലെങ്കിലും 4 പേരുടെ മുമ്പിൽ നിന്ന് ട്രോളൊക്കെ ഒന്ന് വായിച്ചു നോക്കി അപ്പോൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു അപരിഷ്കൃതനായി മാറും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ പണ്ടുണ്ടായിരുന്നത് കൊണ്ടാണ് എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കണം, ഞാൻ മഹാനാണ് എന്നുള്ള കാര്യം 4 പേർ അറിയണം എന്നുള്ളതിൻ്റെ പേരിലാണ് വീടുകളിൽ കൂടെ കയറി ഇറങ്ങി നടന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചാണ് ചാവറയച്ചൻ പറഞ്ഞത്. ചാവറയച്ചൻ്റെ കാലത്ത് അങ്ങനെയേ ഉള്ളൂ. ഈ ട്രോള് പൊയ്ക്കൊണ്ടിരുന്നത് വീടുകളിൽ കൂടെയാണ്. ചാവറയച്ചൻ്റെ കാലത്തെ ട്രോളിൻ്റെ കാര്യമാണ് ചാവറപ്പിതാവ് പറഞ്ഞത്. വീടുകളിൽ കൂടെ കയറി ഇറങ്ങി നീ ട്രോളണ്ട എന്ന് പറഞ്ഞത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അതിന്ന് നമ്മുടെ മൊബൈലുകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, നവമാധ്യമങ്ങളുടെ ശൈലിയിൽ നമ്മുടെ വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് ഇങ്ങനെ സമൃദ്ധമായി ട്രോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗൗരവമായൊരു വിഷയം തന്നെയാണ്. അതിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അവരിപ്പോൾ ട്രോളുകൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാം എങ്ങനെയാണ് ഇത്. ടെക്നോ വൈസ് ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ വളരെ വളരെ സമർത്ഥരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെല്ലാവരും എന്ത് ചെയ്യുന്നു, അവരൊക്കെ ട്രോളുകൾ ഉണ്ടാക്കി വിടുന്നു. ഇപ്പോൾ ഒരു ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നേരെ ചൊവ്വയുള്ള ഫോട്ടോ പോലുമല്ല നമ്മൾ വിടുന്നത്, അല്ലേ, കോമിക്കായിട്ടുള്ള ഫോട്ടോകൾ വെച്ചുകൊണ്ട് ബർത്ത്ഡേ പോലും ആഘോഷിക്കപ്പെടുകയാണ്. വൈദികരെക്കുറിച്ചും സിസ്റ്റേഴ്സിനെക്കുറിച്ചും നമ്മുടെ നല്ല കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പോലും എങ്ങനെ മോശമായ രീതിയിൽ, അത് ഉദ്ദേശം നല്ലതായിരിക്കാം, അവതരണം മോശമായിരിക്കും. അപകടകരമായ ഒരു പ്രവണതയാണ്. വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു ട്രെൻഡാണ് റോബി അച്ഛൻ ഇവിടെ അവതരിപ്പിച്ചത്. ഇപ്പം ചാവറയച്ചൻ്റെ ഈ ഒരു വചനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ഭാഷ്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇത് അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇത് നമ്മുടെ പിള്ളേരെ സ്വാധീനിക്കുന്നത് എങ്ങനെ, നമ്മുടെ കുടുംബത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ മൊബൈലിൽ നാട്ടിലുള്ള എല്ലാവരെ പറ്റിയുമുള്ള നെഗറ്റീവ് ട്രോൾസ് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് വന്ന് നിറഞ്ഞു കിടക്കുകയാണ്. നമ്മൾ കൂട്ടായിട്ട് ഇപ്പം ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ. ഇപ്പം വാട്സപ്പ് ഡിലീറ്റ് ചെയ്യാൻ തന്നെ ഇപ്പം കൂലിക്ക് ആൾ റെഡിയായെന്നുള്ള രീതിയിലാണ് ഓരോരുത്തരുടെയും അവസ്ഥ. 5000 6000 ഒക്കെ വാട്സപ്പ് പോസ്റ്റ് ഇങ്ങനെ വന്ന് കിടക്കുന്നു. അത് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് അടുത്തയാളെ ചിലരെ പറയുന്നുണ്ട്, ഇപ്പോൾ ഇതിനകത്ത് മാന്തി വിരലിൻ്റെ ഇവിടുത്തെ ആ ഒരു സ്പർശന ശേഷി തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഏഷണി പറയുന്നവരുടെ നാവിൻ്റെ ഒരു അവസ്ഥയാണ്. ഈ പരദൂഷണം പറയുന്നവരുടെ നാവ് ഇങ്ങനെ ഈ സ്പർശനശേഷി, നന്മ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഈ സ്പർശനശേഷി നഷ്ടപ്പെട്ടു. കാരണം സെയിം പരിപാടിയാണ്. ഈ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത്
മറ്റ് ഗ്രൂപ്പിലേക്ക് ഇത് അയക്കുന്ന അതേ സിസ്റ്റം തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് വരുവാണ്. ഇപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ കണ്ട് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു അന്തസ്സില്ലാത്തവനാണ് എന്നൊരു ഫീലിലേക്ക് വരികയാണ്. ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണിത്. തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള ട്രോളുകൾ സമൃദ്ധമായിട്ട് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അത് ഓരോരുത്തരും തെറ്റായൊരു വ്യക്തിബോധം പുലർത്തുന്നതുകൊണ്ടാണ്. മഹാനാകാനായിട്ടുള്ള പരാക്രമത്തിനിടയിലാണ് മറ്റുള്ളവരെ അപമതിപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. ആ ഒരു നിലപാടിനോട് എന്താണ് പ്രതികരണം? എൻ്റെ പേര് റെനി, കല്ലാനോട് ഇടവകയിൽ നിന്ന് വരുന്നു. പണ്ടത്തെ കാലത്ത് കാരണവന്മാർക്കും മൊബൈലുകളോ ഒന്നുമില്ലായിരുന്നു, അവരുടെ മക്കൾക്കും ഇല്ലായിരുന്നു. അവരുടെ മക്കളും നല്ല ജീവിതവും നയിച്ച് കുടുംബമായിട്ട് നടന്നു പോകുന്നതായിരുന്നു. ഇപ്പോൾ ഈ മാധ്യമം വന്നതോടെ കുടുംബങ്ങളെല്ലാം രണ്ടായി പിരിയുന്നതായിട്ടും അവർ ഒരു സ്നേഹമില്ലാതെ അവർക്ക് വീട്ടിൽ വന്നാൽ മിണ്ടാനല്ല സമയം, മൊബൈലിൽ നിന്ന് കളിക്കാനും അതിന് എന്താണ് വരുന്നത് എന്താണെന്ന് നോക്കാനാണ് ഇപ്പോഴത്തെ മക്കൾക്കാണേലും ഒരു നേരമുള്ളൂ. കാരണം എന്നാ വെച്ചാൽ അവർ കാരണന്മാർക്ക് എന്തുണ്ട്, അവർക്ക് സുഖമാണോ, അല്ല അവർക്ക് എന്തെങ്കിലും ഉണ്ടോ, അവർ ഭക്ഷണം കഴിക്കാറുണ്ടോ എന്നൊന്നും അല്ല. ജോലിയും കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ മൊബൈലിലേക്കാണ് ഇപ്പോഴത്തെ കാലത്ത് മക്കൾ ഇറങ്ങാറുള്ളത്. കാരണവന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ്. വേണം. അതെന്നാ വെച്ചാൽ പിള്ളേർ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ എത്തിക്കഴിയുമ്പോൾ ആദ്യം പിള്ളേർക്ക് മൊബൈലാണ് വേണ്ടത്. അത് കാരണവന്മാർ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഒന്നെങ്കിൽ ആത്മഹത്യ ഭീഷണി, അതെല്ലാം പേടിച്ച് കാരണവന്മാർ മക്കളുടെ ഇതിൽ മക്കളെ പേടിക്കരുത് എന്ന് തന്നെയാണ്. പേടിക്കാൻ പാടില്ല, മക്കളെ നല്ല രീതിയിൽ വളർത്തണം. പണ്ടത്തെ കാരണന്മാർ എങ്ങനെയാണ് മക്കളെ വളർത്തിയത്? ഇതുകൊണ്ടൊന്നും അല്ലല്ലോ മക്കളെ വളർത്തിയത്. നല്ല രീതി ആ മക്കൾ നല്ല രീതിയിലാണ് വളർന്നു വരുന്നത്. ദൈവഭയവും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മക്കൾക്ക് ദൈവത്തെ പള്ളിയിൽ പോകണമെന്നോ അല്ല പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്നോ ഒരു ചിന്തയില്ലാത്ത മക്കളാണ്. അവർക്ക് മൊബൈലാണ് മുമ്പിൽ വേണ്ടത്. ഈ ഹൈടെക് ഏഷണിയുടെ ഇരകളായി നമ്മൾ അറിയാതെ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം അതാണ്. എന്തുകൊണ്ട് നമ്മൾ ഇതൊരു ഫോൾസ് പ്രജുഡീസാണ്. ഫോൾസ് പ്രജുഡീസ് എന്ന് പറഞ്ഞാൽ തെറ്റായൊരു മുൻവിധി. എന്തിനെക്കുറിച്ച്? എൻ്റെ സ്വത്വബോധം, ഞാനെന്ന് പറയുന്നത് സമൂഹത്തിൽ എനിക്കൊരു ഇടമുള്ള ആളാണ്, എനിക്ക് ഇടമുണ്ടാകേണ്ട ആളാണ്. 4 പേര് കുടുംബ കൂട്ടായ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ കുഴപ്പമില്ലാത്ത ആളാണ് എന്ന് 4 പേർ എന്നെ നോക്കി ചിന്തിക്കണം, പറഞ്ഞില്ലെങ്കിലും ചിന്തിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ഫോൾസ് പ്രജുഡീസ്, ഒരു മുൻവിധി എന്നെക്കുറിച്ച് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ മോശമാണ്, അതുകൊണ്ട് ഞാൻ 2 വാക്ക് പറയുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള നമ്മൾ വേറൊരു ലോകത്തിൽ ജീവിക്കുന്ന തെറ്റായ ഒരു ധാരണയാണ്. അത് തിരുത്തണം. അത് തിരുത്താൻ ചാവറപിതാവിന് ഈ വാക്കുകൾ നമ്മളെ പ്രചോദിപ്പിക്കും, ഇല്ലേ? അപ്പോൾ ഇങ്ങനെയൊരു ധാരണയുടെ പുറത്ത് നമ്മളുടെ വാക്കുകളും നമ്മുടെ ഇടപെടലും നമ്മുടെ ശൈലിയും നമ്മുടെ വസ്ത്രധാരണവും ഒക്കെ ഇത്തരത്തിലൊരു ദർശനത്തിൻ്റെ പുറത്ത് വരുമ്പോൾ അത് തെറ്റുന്നു. അവിടെ നമ്മൾ വേറൊരു ട്രോളിൻ്റെ ഇരയാകുന്നു, അല്ലെങ്കിൽ ട്രോൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ പറയുന്ന അയൽ വീടുകളിലേക്ക് പോകേണ്ടതിന് പകരം നമ്മൾ അയൽ മൊബൈലുകളിലേക്ക്, ഇങ്ങനെ അയൽ ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുന്നു. ശരിയല്ലേ? ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നത്തെ മാത്രം ഒരു പ്രശ്നമല്ല, ഈ പരദൂഷണമെന്ന് ചാവറപിതാവ് പറയുന്ന ഈ ഒരു വസ്തുത ഇതൊരു കേരള സമൂഹത്തിൽ വേരൂന്നി പടർന്ന ഒരു സംഭവമാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ വിദേശ രാജ്യങ്ങളിലെ ജനങ്ങളുടെ സംസാരം നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിനും അവർ വളരെ പെട്ടെന്ന് താങ്ക് യു അല്ലെങ്കിൽ സോറി എന്ന് പറയുന്ന ഒരു ശൈലി അവരുടെ ജീവിതത്തിലുണ്ട്. അതവരുടെ വളരെ മുൻപ് തന്നെ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുത്ത് അവരത് നേടിയെടുത്താവാം. അതേസമയം നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ നോക്കിയാൽ ഒരാൾ ഒരു ഉപകാരം ചെയ്താൽ ഒരു താങ്ക് യു പറയാൻ നമുക്ക് അത്ര എളുപ്പം സാധിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പരിശീലനം വാസ്തവത്തിൽ നമ്മൾ പോസിറ്റീവായിട്ടാണ് സംസാരിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളുടെ സംസാരത്തിൽ മറ്റുള്ളവർക്ക് പ്രോത്സാഹനം കിട്ടത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം തോന്നുന്ന വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് കുട്ടികൾക്കൊരു പരിശീലനമോ അല്ലെങ്കിൽ വിവാഹിതരാകുന്നവർക്ക് കുടുംബജീവിതത്തിൽ നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നൊരു പരിശീലനമോ വേണ്ടത്ര കിട്ടിയതായിട്ട് എനിക്ക് സംശയമാണ്. ഞങ്ങളൊക്കെ കുട്ടികൾക്ക് ക്യാമ്പുകളൊക്കെ നടത്തുമ്പം ഒരു ക്ലാസ്സിൻ്റെ സബ്ജക്റ്റ് തന്നെ പെരുമാറ്റ മര്യാദകളാണ്. പണ്ട് കാരണന്മാർ ഈ പെരുമാറ്റ മര്യാദകളെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു, അല്ലേ? എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ ഇന്നത്തെ കുട്ടികളോട് അങ്ങനെയൊക്കെ പറയാൻ പോലും മടിയാണ്. പിള്ളേർ സ്വീകരിക്കുകയോ ഇല്ലയോ എന്നൊരു പേടിയും കൂടിയാണ് എല്ലാവർക്കും, മാതാപിതാക്കൾക്ക്. ഇപ്പം ഗ്രാൻഡ് പേരൻസ്, നിങ്ങളെപ്പോലെയുള്ള പലരെ പോലെയുമുള്ള മുത്തശ്ശൻ മുത്തശ്ശി അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് പോലും ഇന്ന് മക്കളെ കൈ കിട്ടുന്നില്ല ഇത് പറഞ്ഞു കൊടുക്കാൻ. നമ്മുടെ നാവിങ്ങനെ കിടന്ന് ധരിക്കുന്നുണ്ടോ ഇതൊക്കെ കാണുമ്പോൾ? പക്ഷേ ഇതൊന്ന് പറയാം. പക്ഷെ നമ്മളിത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മക്കളുടെ അമ്മയും അപ്പനും
ഇത് പറഞ്ഞു കൊടുക്കാൻ നമ്മളോട് പറഞ്ഞാലല്ലേ നമുക്ക്, അല്ലേ ടീച്ചറെ? എന്ത് തോന്നുന്നു? ഒരു വല്യപ്പൻ അല്ലെ വല്യമ്മ എന്നുള്ള വല്യമ്മയായോ? ആയി. എന്നാൽ ഒന്ന് മൈക്കൊന്ന് കൊടുത്ത് എന്താണ് പറയാൻ തോന്നുന്നത്? ഇപ്പം ഈ ടീച്ചർ പറഞ്ഞ, ടീച്ചറിന് ഇത് കഴിഞ്ഞ് തുടരാൻ കേട്ടോ. ഈ ടീച്ചർ പറയുന്നതിൻ്റെ ഒരു തുടർ ചർച്ചയായിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇപ്പം നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള ഒരു പറഞ്ഞു കൊടുക്കൽ, നല്ലതേ പറയാവൂ, മോശം പറയരുത്, നീ ആ പറഞ്ഞത് ശരിയായില്ല കേട്ടോ, നീ അപ്പനോട് അങ്ങനെയാണോ പറയേണ്ടത്? ഇപ്പം വല്യപ്പനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി കൊച്ചുമകൻ വീട്ടിലോട്ട് കയറി വന്നിട്ട് വല്യപ്പനെ വിളിക്കുന്നത് ഹായ് ബ്രോ എന്നാണ് വിളിക്കുന്നത്. അതെ, അപ്പോൾ ശൈലി മാറി, അവതരണ ശൈലി മാറി. ഇപ്പം അപ്പച്ചാന്നും ചാച്ചാന്നും ഒക്കെ വിളിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പം വല്യപ്പനെ കയറി ബ്രോ എന്ന് വിളിക്കുന്നത് അപ്പം വല്യപ്പൻ ചിരിക്കുന്നു, വീട്ടിലെല്ലാവരും ചിരിക്കുന്നു, ഇവൻ അങ്ങ് ഹൈടെക്കായി പോയല്ലോ എന്നൊക്കെ അങ്ങോട്ട് കമൻറ്റ് ചെയ്യുന്നു. പക്ഷേ അതിനകത്ത്, ആ കമൻറ്റിനകത്ത് പിന്നെ ഊർന്നു പോകുന്ന വേറൊരു സംഗതി, അപ്പൻ്റെ അപ്പനോട് ഈ കൊച്ചുമകൻ ഉണ്ടാകുന്ന ഒരു പെരുമാറ്റത്തിൻ്റെ മാറ്റം, അത് ഒരു ബന്ധം തന്നെ തകർക്കുന്നുണ്ട് അറിയാതെ. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ വല്യമ്മച്ചിക്ക്? എന്ത് തോന്നുന്നു? കൊച്ചുമക്കളെ കൈ കിട്ടാറുണ്ടോ? കൊച്ചുമക്കൾ ഇപ്പോഴും അമ്മച്ചി അച്ചാച്ചൻ തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പറയുന്നത്. അല്ല, അവരെന്തെങ്കിലും പിന്നെ അരുതാത്തത് പറയുമ്പോൾ അല്ലെങ്കിൽ അതിക്രമിച്ച് ഈ ക്രമം തെറ്റി വാക്കുകൾ വരുമ്പോൾ മോനെ അത് ചെയ്യരുത് പറയുമ്പോഴുള്ള സ്വീകാര്യത എന്താണെന്നും കൂടിയാണ് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് അവരുടെ കൊച്ചുമക്കളുടെ വീട്ടിലും നമ്മുടെ വീട്ടിൽ വരുമ്പോഴും അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മുടെ അടുത്തൊക്കെ അനുസരിക്കുന്നതുണ്ട്. അമ്മച്ചി പ്രായമായ അമ്മച്ചി ഉള്ള വീടാണ്. അപ്പം അമ്മച്ചിയുടെ കീഴിലാണ് മക്കൾ. അമ്മച്ചി പറഞ്ഞു കൊടുക്കും, അമ്മച്ചി പഴയ കഥകളും പറഞ്ഞു കൊടുക്കും. അമ്മച്ചിയുടെ കീഴിലാണ് ഇപ്പം മക്കൾ ഇതുവരെയും കുഴപ്പമൊന്നുമില്ലാതെ വളരുന്നുണ്ട്. ടീച്ചർ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നില്ല. നേരത്തെ കൊടുക്കുകയായിരുന്നെങ്കിൽ, അതായത് പിന്നെ ഈ പരദൂഷണങ്ങൾ പറയരുത്, നല്ലതേ പറയാവൂ, മാതാപിതാക്കൾ ഉള്ളപ്പോൾ പറയേണ്ട പദങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒരു പരിശീലനം, ഒരു പെരുമാറ്റ പരിശീലനം. ഇപ്പോൾ ചാവറേച്ചൻ പറഞ്ഞത് ഈ ഒരു ക്രമം, ഈ ക്രമപ്പെടുത്തൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ നടത്താൻ പറ്റും എന്നാണ് ടീച്ചറിൻ്റെ അഭിപ്രായം? വാസ്തവത്തിൽ ഇപ്പോൾ നമ്മൾ തിരുത്തലുകൾ കൊടുത്താൽ അത്ര എളുപ്പത്തിൽ സ്വീകരിക്കില്ല. പ്രത്യേകിച്ചും കൊച്ചു തലമുറകൾ. ഗ്രാൻഡ് പേരൻസ് ആണ് പറയുന്നതെങ്കിൽ മമ്മി ഇങ്ങോട്ട് പോ, അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങോട്ട് പോകുമെന്ന് പറയുള്ളൂ. കാരണം അമ്മ പറഞ്ഞു ഇങ്ങനെയല്ലല്ലോ, അല്ലെങ്കിൽ അപ്പ പറഞ്ഞു അങ്ങനെയല്ലല്ലോ എന്നുള്ള ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഗ്രാൻഡ് പേരൻസ് പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്തലുകൾ അത്ര പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ ഈ തിരുത്തലുകൾ ഒരു അമ്മയ്ക്ക് കുഞ്ഞിന് നേരിട്ട് കൊടുക്കാം. അമ്മമാർ കൊടുക്കാൻ ഭയപ്പെടരുത് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും അമ്മയ്ക്ക് കുഞ്ഞിന് കൊടുക്കാം. കുഞ്ഞ് വളർന്നു വരുന്ന ഘട്ടത്തിൽ കുഞ്ഞിനോട് സാവകാശം അവൻ വളർന്നു വരുന്നതനുസരിച്ച് അത് അവനെ നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, എത്ര മോശമായി പെരുമാറുന്ന കുട്ടികളെ പോലും സ്നേഹത്തിൽ ചേർത്ത് നിർത്തിയപ്പോൾ, ഒരാൾ വണ്ടിക്ക് അന്ന് 50,000 രൂപ മോഷ്ടിച്ചതുപോലും സത്യം തുറന്നു പറഞ്ഞു. കാരണം അവൻ എന്നോട് പറഞ്ഞിട്ടാണ്, എന്നെ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞു. അത്രയ്ക്ക് നമുക്ക് അവരുടെ സ്നേഹം പിടിച്ചു പറ്റിയാൽ അവരുടെ ഹൃദയവും നമുക്ക് പിടിച്ചു പറ്റാൻ പറ്റും. ആ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ തിരുത്തലുകൾ. പിന്നെ മറ്റൊന്ന്, നമുക്ക് ഇപ്പോൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് ഇതുപോലുള്ള കൊച്ചു വിഷയങ്ങൾ, നമ്മൾ വലിയ വിഷയങ്ങൾ നമ്മൾ പഠന വിധേയമാക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു കുടുംബം ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ സംസാരം എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ മൂല്യം എന്തായിരിക്കണം, കുഞ്ഞുങ്ങൾ വരുമ്പോൾ, അപ്പോൾ ഒരു പുതിയ സംഭവമാണത്. നിങ്ങൾ മാതാപിതാക്കളാകുമ്പോൾ അവിടെയും നിങ്ങൾക്ക് തിക്കും തിരക്കും വരുമ്പോഴും എത്തരത്തിലുള്ള പദങ്ങളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്? നമ്മുടെ തിരക്കിനിടയിൽ നമ്മൾ വായി തോന്നുന്നത് പറയുന്നവരാകണോ, അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു 7 തലമുറയെ കണ്ടാണോ സംസാരിക്കേണ്ടത് എന്നൊരു പരിശീലനം ആവശ്യമാണിന്ന്. വിദ്യാഭ്യാസം ഉള്ളവരാണ് ഏറ്റവും അപരിഷ്കൃതമായ പദങ്ങൾ എന്ന് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഏറ്റവും വിദ്യാഭ്യാസം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുകയും ഏറ്റവും മാന്യമായി പെരുമാറുമെന്ന് നമ്മൾ കരുതുകയും ചെയ്യുന്ന കുടുംബത്തിൽ ഏറ്റവും ഇപ്പം പ്രത്യേകിച്ച് ഹൈടെക് മേഖലയിൽ വർക്ക് ചെയ്യുന്ന, ടെക്നോളജിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ദമ്പതികളുടെ ഇടയിലാണ് ഈ മൃദുപദങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്നു, സഭ്യമല്ലാത്ത വാക്കുകൾ പോലും ഉപയോഗിക്കുന്നു. കാരണം അവർക്ക് അവരുടെ വികാരങ്ങൾ വേഗം പ്രകടിപ്പിച്ച് തീർക്കണം, രോഷം പെട്ടെന്ന് പ്രകടിപ്പിക്കണം, ക്ഷമിച്ച് സാവകാശം ലയിപ്പിച്ച്, ഒരു പദം ലയിപ്പിച്ച് അനുഭവിപ്പിക്കുന്ന രീതിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ളൊരു തിരക്കങ്ങോട്ട് കൂടുകയാണ്. എന്താണ് പറയുന്നത്? നമ്മളിപ്പോഴിവിടെ സംസാരിച്ചത് പരദൂഷണം, മറ്റുള്ളൊരു വീട്ടിലെ ഹിസ്റ്ററി പുറത്ത് പറയുക, അവരെ ഛേദോവധം ചെയ്യുക. ആ വിഷയങ്ങൾ ചാവറയച്ചൻ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചെങ്കിൽ അന്നും ഇത് സംഭവിക്കുന്നുണ്ടായിരുന്നു. ഇന്നും അത് കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഹൈടെക്കിൻ്റെ കാര്യം പറഞ്ഞു, പേരൻസിൻ്റെ കാര്യം പറഞ്ഞു, പുതുതലമുറയുടെ കാര്യം പറഞ്ഞു, പഴയ തലമുറയുടെ കാര്യം പറഞ്ഞു.
പഴയ തലമുറകളിൽ പലപ്പോഴും പേരൻസ്, എൻ്റെ ചാച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അയലോക്കത്തെ കഞ്ഞി മുട്ടിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നമ്മൾ പോകണം, പക്ഷേ അവരുടെ വീട്ടിൽ നമ്മൾ പിന്നെ കയറാൻ ചെല്ലാതിരിക്കാൻ അവിടെ വരുത്തരുതെന്ന്. അതിൻ്റെ കാരണം അന്നൊന്നും അറിഞ്ഞില്ല, ഇപ്പോൾ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. പരദൂഷണം കുറയ്ക്കുക, അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. അതുപോലെ ഒരു രോഗിയായിരിക്കും നമ്മൾ പോകണം, നമ്മൾ അവരെ കാണണം, പറ്റുന്ന രീതിയിൽ അവരെ ആശ്വസിപ്പിക്കണം, ശുശ്രൂഷിക്കുന്നവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. പക്ഷേ അത് മറ്റൊരു വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിൽ മണമായിരുന്നു, അവരങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്യുന്ന നെഗറ്റീവ്, അതിൻ്റെ ഒരു പോരായ്മ എൻ്റെ തന്നെ ഉള്ളിലൊരു കുഴപ്പമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മൾ എങ്ങനെ തിരുത്തും, നമ്മൾ കുറേ ക്ലാസ് എടുക്കണം അല്ലെങ്കിൽ പോയിൻ്റ് കൊടുക്കണം. പക്ഷെ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞേ മതിയാവും. ഞാനൊരു വീട്ടിൽ ചെന്നാൽ എന്നെ സ്വീകരിക്കണമെങ്കിൽ എൻ്റെ സ്വഭാവം നല്ലതാണെങ്കിൽ മാത്രം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു, ഏഷ്യന് പറയുമ്പോൾ, കുറ്റം പറയുമ്പോൾ നമ്മളെ അവർ വിലയിരുത്തും. നമ്മൾ നാലാളുടെ വില സത്യമായിട്ടുള്ള കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അത് എല്ലാവരും അറിഞ്ഞിട്ടുമുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് തിരുത്താൻ ആർക്കും മനസ്സാവുന്നില്ല എന്നുള്ളത്, അതിനെ കാരണം ഒരു ശീലമായിപ്പോയി. ഇത് നമ്മളിപ്പോൾ ഹൈടെക്ക്, നമ്മൾ അച്ഛൻ പറഞ്ഞു, മൊബൈലിലൂടെയൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ അയക്കുന്നു. ഇപ്പോൾ അത് അയച്ചില്ലെങ്കിൽ അയക്കാത്തവൻ വിഡ്ഢിയും അയച്ചവൻ ബുദ്ധിമാനുമായി മാറുന്ന അവസ്ഥയുണ്ട്. അതുപോലെ നമ്മൾ എല്ലാവരുടെയും ഒപ്പം നിൽക്കണം. അതിൻ്റെ പിന്നെ നമ്മുടെ ഈഗോയുണ്ട്, അഹമുണ്ട്. ഞാനൊരാളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ എന്നിലെ അഹമാണ് എന്നെ മറ്റൊരാളുടെ കുറ്റമായിട്ട് കാണാൻ എന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം. അതുപോലെ എന്നിൽ ഈഗോയുണ്ട്. എന്നിൽ ഈഗോ ഞാൻ എന്തോ ആണെന്ന് കാണിക്കാനുള്ളൊരു വെപ്രാളമുണ്ട്. ഇത് രണ്ടുമില്ലാത്തൊരു അവസ്ഥ ആ വ്യക്തി തന്നെ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ധ്യാനത്തിലൂടെയോ പ്രാർത്ഥനയിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ അനുഭവത്തിലൂടെ സ്വയം അവബോധത്തിലേ നമുക്കിത് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ ചാവറയച്ചൻ പറയുന്നുണ്ട്, ഒരു കുടുംബത്തിൻ്റെ ഭദ്രത, അത് ആ വ്യക്തി നല്ലതാണെങ്കിൽ ആ കുടുംബവും അയലോക്കത്തെ കുടുംബവും നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ അയലോക്കത്തെ ഒരാളൊരു കുറ്റം പറയണം, ഓ നമുക്ക് ഈ വിഷയം വിടാം, അല്ലെങ്കിൽ നമുക്ക് ചേരുന്നല്ല, നമുക്കത് വേണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവൻ പോയി മറ്റൊരാളോട് പറയുന്നതെന്ന് വെച്ചാൽ ഇവളും നല്ല പുള്ളിയാണ്, അപ്പോൾ അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയാം. പക്ഷെ അതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഒരാളിപ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവ് പറയുമെന്ന ചിന്തയും നമുക്കുണ്ടാകാൻ പാടില്ല, മുഴുവൻ നെഗറ്റീവ് പറയാനുള്ള സാഹചര്യം നമുക്ക്, അതൊരു ഇൻഡിവിജ്വലായിട്ടൊരു വ്യക്തിക്ക് ഈ പറയുന്ന ഏഷണി, പരദൂഷണം, കുറ്റപ്പെടുത്തുന്നുള്ള ഭാഗം ഇല്ലാതെയാക്കുമ്പോൾ, അപ്പം അതിന് പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്ന് പറയുന്ന ദൈവിക ദാനം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു വ്യക്തിക്ക് മാറ്റം വരാം. അപ്പോൾ പ്രാർത്ഥനയോടെ നമുക്ക് പറ്റാം. അതുപോലെ മറ്റുള്ളവരെ കണ്ടു പറയാം, പിന്നെ വായന, അതുപോലെ നല്ല പുസ്തകങ്ങൾ, വചനം, പ്രാർത്ഥന, ഇവയൊക്കെ നല്ല, നമ്മളെല്ലാ വീട്ടിലും നമ്മളെല്ലാം പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബമൊക്കെയാണ്. പക്ഷേ ഇത് ബേസിക്കായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പലപ്പോഴും ഇത് പാരമ്പര്യം എന്ന പോലെ ചിലത് വരാം. ചിലത് കാർന്നവന്മാരെ അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവാം. ചിലത് ഇത് ഞാൻ മോശമായി, എന്നാൽ കൊച്ചിൻ്റെ തന്നെ ആ വ്യക്തിയുടെ തന്നെ ഒരു ആന്തരിക അവസ്ഥയായിരിക്കാം ഇതിനെ പറയാൻ കാരണം. അതുപോലെ തന്നെ നമ്മൾ ഇനിയും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ നന്നായാൽ എൻ്റെ കുടുംബം നന്നായി, എൻ്റെ നാട് നന്നായി, എൻ്റെ ദേശം നന്നായി, എൻ്റെ രാജ്യം നന്നായി. അപ്പം നമ്മൾ ഓരോരുത്തരും അങ്ങനെ നന്നാകുന്ന ഒരു മനോഭാവം ഉണ്ടാകണമെന്നാണ് ചാവറയച്ചൻ നമ്മോട് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് ഈ ഒരു വാക്കുകൾ ഇന്ന് ഈ രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയുന്നു എന്ന് പറയുമ്പം ഇത് കേൾക്കുന്ന ആളുകൾക്കും ഈ ഒരു സ്വയം തീരുമാനമെടുക്കാനായിട്ടുള്ള ഒരു പ്രേരണയാണ് ചാവറപിതാവിൻ്റെ ഇത്. അതുകൊണ്ട് ചാവറുൽ നമ്മുടെ കുടുംബങ്ങൾ വീണ്ടും ഈ കാലത്തോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടത് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യതയാണെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനിത് പറയുന്നത്, ആ ചേച്ചി പറഞ്ഞ പോലെ ആ കാലത്ത് ഈ സംഭവങ്ങളുണ്ട്, ആ കാലത്തിൻ്റെ ശൈലിക്കനുസരിച്ച് ചാവറപിതാവ് എഴുതിയതാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതൽ ധൈര്യം സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് ഇത് പറയുവാനായിട്ട് ധൈര്യം കാണിക്കണം. ധൈര്യം കാണിക്കുന്നത് ഒരു കുറവായിട്ടല്ല, അത് തൻ്റെ ഇടത്തോടു കൂടി പറഞ്ഞു കൊടുക്കേണ്ടത് കടമയായിട്ടാണ്. ചേച്ചിക്ക് എന്ത് തോന്നുന്നു, ഇങ്ങനെ ഒരു കടമ നിർവഹിക്കുവാൻ ഈ കാലത്തെ മാതാപിതാക്കൾക്ക് പറ്റുന്നുണ്ടോ? അച്ഛൻ പറഞ്ഞ വളരെ ശരിയാണ്. പക്ഷേ ഇന്നിപ്പം മാതാപിതാക്കന്മാർ ആ കറക്ഷൻ കൊടുക്കുന്ന കാര്യത്തിൽ എന്തുമാത്രം അവർക്ക് ധൈര്യമുണ്ടെന്നുള്ളത് അറിയില്ല. പലർക്കും ആ ധൈര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ചെയ്യുന്ന മാതാപിതാക്കന്മാരും ഉണ്ട്, എല്ലാവരും ഒരേ തരത്തിൽ വിധി എഴുതാൻ പറ്റില്ല. പക്ഷേ എങ്കിലും അതുമാതിരി എല്ലാവർക്കും ആ ധൈര്യം, അത്രയ്ക്ക് ധൈര്യം പോരാ. പിന്നെ കുട്ടികളുടെ ആ സ്നേഹം പിടിച്ചു പറ്റാനും പണ്ടത്തെ മാതിരി ഒരുപാട് കുട്ടികളുള്ള കുടുംബങ്ങളല്ലല്ലോ ഇന്ന്. ഇപ്പം ഒരു കുടുംബത്തിൽ 2 or 3 പേരൊക്കെ ഉള്ള അവസ്ഥയാണ്. ചില ഒരു കുട്ടിയായിരിക്കാം. അപ്പം കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നതിൽ മാതാപിതാക്കന്മാർ ഇന്ന് വളരെയധികം പുറകോട്ടാണ്. പണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മാതിരി ഏഷണിയുടെ കാര്യം പറഞ്ഞു. ഏഷണി ശരിയാണ്, അത് ഇന്നത്തെ ഹൈടെക് രീതിയിൽ പോകുന്നു. പക്ഷേ ഏഷണി അതിനേക്കാളും വലിയൊരു ദൂഷ്യം ഇന്ന് സംസാരം കുറയുന്നു എന്നുള്ളതാണ്.
എന്നാന്ന് വെച്ചാൽ കുടുംബങ്ങളിലാണെങ്കിലും ഈ മൊബൈലിൻ്റെ യൂസും ശരിയാണ്, ഹൈടെക് ഇതിൽ പോകുന്നുണ്ട്. പക്ഷേ സംസാരം കുറയുന്നുണ്ട്, ഓപ്പണായിട്ടുള്ള ചർച്ചകൾ കുറയുന്നുണ്ട്. അപ്പോൾ ഒറ്റ എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറി. മുറിയിലിരിക്കുന്ന പോലെ തന്നെയാണ് ഓരോരുത്തരും ഒരു 24 മണിക്കൂറും. അത് വീട്ടിൽ ആൾക്കാരുണ്ടെങ്കിൽ പോലും പരസ്പരം സംസാരവും ഓപ്പൺനെസ്സും ഷെയറിങ്ങും ഒക്കെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പരദൂഷണത്തെക്കാളും വലിയൊരു ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അവന് ട്രോളൊന്നും വരാത്തതുകൊണ്ടാണ് അവൻ ഉപയോഗിക്കാത്തത്. അവനാരും കൂട്ടുകാരില്ല എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു അല്ലേ? അതൊരു തെറ്റായ അസംഷൻ, ഫോൾസ് പ്രജുഡീസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു മുൻവിധി ഓരോരുത്തരും സ്വയം ഉണ്ടാക്കുന്നു അല്ലേ? അപ്പോൾ അത് മാറണം എന്ന് തന്നെയാണ് നമ്മൾ പറയുക. നമ്മുടെ ഇന്നത്തെ ചർച്ചയൊന്ന് കൺക്ലൂഡ് ചെയ്യുന്ന ഉപസംഹരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പം സാറിന് എന്താ ചേച്ചി പറഞ്ഞു കഴിഞ്ഞോ? ആശയം കൂടെ എനിക്ക് പറയാൻ തോന്നുന്നത്, മനുഷ്യന് പല തരത്തിലുള്ള വ്യഗ്രതകൾ കൊണ്ട് ആത്മീയതയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ വരുന്നു. പെരുമാറ്റ ശൈലികൾക്ക് കുട്ടികളെ പരിശീലിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കുട്ടികളെ തിരുത്തേണ്ട സന്ദർഭങ്ങളിൽ അത് എന്തെങ്കിലും വ്യഗ്രത കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് തന്നെ എന്തെങ്കിലും ജോലികൾ ചെയ്യാനുള്ളതുകൊണ്ടോ അവരും പ്രവൃത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തകൾ കൊണ്ടോ വ്യഗ്രതയിലായിരിക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള സമയം എടുക്കുന്നില്ല. ആ രീതിയിൽ ഒരു പരാജയം കൂടെ ഈ കാര്യത്തിൽ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾ സത്യത്തിൽ മാതൃകയായിട്ട് കാണുന്നത് മാതാപിതാക്കൾ കുട്ടികൾ മാതൃകയായിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന രൂപങ്ങളല്ല, പ്രതിരൂപങ്ങളല്ല, മാതൃകകളും മൂല്യങ്ങളുമല്ല. ഇപ്പോൾ കുട്ടികളുടെ ഇന്നത്തെ ഒരു നോട്ട്ബുക്ക് എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ അവരുടെ സ്വന്തമായിട്ട് മുറിയുണ്ടെങ്കിൽ അവരുടെ മുറിയിലൊന്ന് ഞാൻ നോക്കിയാൽ, അവരുടെ മുറിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളും അവരുടെ നോട്ട്ബുക്കിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളും അവരുടെ ശരീരത്തിൽ പതിപ്പിക്കുന്ന ടാറ്റൂസും, ഇതൊന്നും മാതാപിതാക്കൾ ഈ കുട്ടികൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന രൂപങ്ങളോ പ്രതീകങ്ങളോ പ്രാതിനിധ്യങ്ങളോ അല്ല. ഈ മാതാപിതാക്കൾ തന്നെ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന മൊബൈലിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാതൃകകളും അനുഭവങ്ങളും സംഭവങ്ങളും വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും ട്രോള് ഉൾപ്പെടെയുള്ള സംഗതികൾ വന്ന് കിടക്കുകയാണ്. ഇവരിത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ പഴയ ബൈബിളും ജാബറുകളും ഒക്കെ ആയിട്ട് പതുക്കെ മക്കളെ തേനേ പാലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത്. കാലവും മാറി, തലമുറയും മാറി. അപ്പം മക്കൾ ഇന്ന് അങ്ങനെ ചിന്തിക്കുന്നതിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ലെന്നേ. ഇന്നത്തെ മക്കളെ നമുക്ക് അങ്ങനെ കാടടച്ചങ്ങോട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവരെല്ലാം പിഴച്ചു അല്ലെങ്കിൽ വഴി തെറ്റി എന്ന് പറയാൻ പറ്റില്ല. ഇന്നത്തെ വഴി അതാണ്. ഞാൻ പറഞ്ഞു വന്നത് കാലമങ്ങ് മാറി. അപ്പോൾ മൂല്യങ്ങളും മാറുകയാണ്, നന്മയുടെ വ്യാഖ്യാനങ്ങൾ മാറുകയാണ്, ആദരവിൻ്റെയും അംഗീകാരത്തിൻ്റെയും മര്യാദയുടെയും ഒക്കെ നിർവചനങ്ങൾ മാറുകയാണ്. ശരിയല്ലേ? നമ്മൾ മര്യാദയാണെന്ന് പറഞ്ഞിരുന്ന ഇന്നത്തെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അപമര്യാദയാണ് ചിലത്. അതുകൊണ്ട് കൂട്ടായ ഒരു ജാഗ്രത നമ്മുടെ കുടുംബ മൂല്യങ്ങൾ ഊർന്നു പോകുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ളൊരു പഠനമായിട്ട് മാറണം. ഇത്തരത്തിൽ ഇന്ന് നമ്മൾ നടത്തിയ ചർച്ചയിൽ അത്തരത്തിലുള്ള ഒരു പുനർവായനയും ഒരു പുനർവിചിന്തനവും ഇതിൻ്റെ ഒരു അനുഗമനം ഇതിൻ്റെ പുറകെ ഉണ്ടാവണം. വിശുദ്ധ ചാവറപ്പിതാവ് 150 വർഷങ്ങൾക്ക് മുൻപ് എഴുതി നൽകിയ ഈ കുടുംബച്ചട്ടം, ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ, ഇന്നും കാലത്തോട് എത്ര തീവ്രമായിട്ടാണ് സംവദിക്കുന്നത് എന്ന് ഈ മാതാപിതാക്കളുടെ അനുഭവങ്ങൾ സാക്ഷിക്കുകയാണ്. നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുവാൻ, നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ അന്ന് പറഞ്ഞത് ഈ കാലത്തോട് ചേർത്ത് വെച്ച് വ്യാഖ്യാനിക്കുവാൻ നമ്മൾ ധൈര്യം കാണിക്കുക തന്നെ ചെയ്യണം എന്നാണ് ഈ മാതാപിതാക്കൾ ഈ ശാലോം ടി വിയിലൂടെ ചാവരുൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും പറയുന്നത്. മാതാപിതാക്കളോട് പറഞ്ഞ ഉപദേശങ്ങളിൽ 7ാമത്തെ ഉപദേശമാണ് നമ്മളിന്ന് ഇന്ന് വിചിന്തന വിഷയമാക്കിയത്. ഈ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടത് അതാണ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു കാര്യം, അന്യരുടെ വീടുകളിൽ സഞ്ചരിക്കുകയും മറ്റുള്ളവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും വേണ്ട എന്നുള്ളത് വേണ്ട എന്നല്ല, നല്ലത് പറയുവാൻ പോകണമെന്നും രോഗവിവരങ്ങൾ തേടി അവരെ ആശ്വസിപ്പിക്കുവാൻ ചെല്ലണമെന്നുമുള്ള ഒരു തിരുത്തലായിട്ട് നമ്മൾ കരുതുകയും തെറ്റ് പറയുവാൻ പോകരുത് എന്നുള്ള കാര്യം ഇന്നും പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വന്തം കുടുംബങ്ങളിൽ കൂടുതൽ മക്കളോട് സംവദിക്കുവാനും ഭാര്യയോട് കൂടുതൽ വിശേഷങ്ങൾ പറയുവാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണ മേശകളിൽ ഒരുമിച്ചിരുന്ന് മൊബൈലുകളൊക്കെ മാറ്റിവെച്ച് അല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം പറയാനുള്ള അവസരമാക്കി ഒരുമിച്ച് ഭക്ഷിക്കുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അവസരം വീണ്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം
എന്നുമുള്ള ഒരു ദർശനം ചാവറ പിതാവ് ഇന്ന് നമ്മളോട് പറയുകയാണ്. കുടുംബങ്ങൾക്ക് വേണ്ടി നൽകിയ ഈ ഒരു ചട്ടം കൊണ്ട് തന്നെ ചാവറ പിതാവ് കുടുംബങ്ങളുടെ മധ്യസ്ഥനായി മാറുകയാണ്. കുടുംബങ്ങളുടെ മധ്യസ്ഥനായ ചാവറ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ശാലോം ടിവിയുടെ ചാവരുൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയമുള്ള പ്രേക്ഷകർക്ക് ഏവർക്കും നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.